ഒരു ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം പിന്നെയും ഞങ്ങൾ അങ്ങയുടെ ആ, സന്നിധിയിലേക്ക് നോക്കുന്നു. കർത്താവെ, സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ കഴിവില്ലാത്തവരാണ്. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കടന്നു വരുന്നു. കർത്താവെ, സഹായിക്കണമേ. നീ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം ആദ്യം അത് നമുക്ക് വായിക്കാം. യോഹന്നാൻ 16:33. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണ്. യേശു ക്രിസ്തു നമുക്ക് ഇതിന്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. ആദ്യം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് 7-ാമത്തെ വാക്യം തൊട്ട് പറയുന്നു. അതിനുശേഷം 25-ാമത്തെ വാക്യത്തിൽ തൊട്ട് കർത്താവ് എങ്ങനെ ലോകത്തെ ജയിച്ചു എന്ന് അതിൽ പറയുന്നു. അവസാനമായിട്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്. എനിക്കറിയത്തില്ല ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പരദേശി മോക്ഷയാത്ര, പിൽഗ്രിം പ്രോഗ്രസ് എന്ന് പറഞ്ഞ ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ അത് കാണുകയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഒരു ശിഷ്യന്റെ, ഞാൻ ഇതിനെ ഇങ്ങനെ പലപ്പോഴും അത് കാണുമ്പോൾ അല്ലെ വായിക്കുമ്പോൾ അതിനെ ഒരു രക്ഷയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കോസ്റ്റ് ഉണ്ട്. അതിനെ നമുക്കിപ്പോൾ കാണാം. അത് പല ദുർഘടമേറിയ റോഡിൽ കൂടെ പോകുന്നു. ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വഴി അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. ജോൺ ബനിയൻ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയതാണല്ലോ ആ ബുക്ക്. പിന്നീട് അത് നമുക്ക് കാണാനൊക്കെ പറ്റി, ആ ഡോക്യുമെന്ററി. അപ്പം നമ്മൾ അതിൽ കൂടെ കാണുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം എളുപ്പമായിട്ടുള്ള ഒരു വഴിയല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അത് ഇപ്പൊ എല്ലാം നമ്മൾ രക്ഷ അറിഞ്ഞതിന് ശേഷം എല്ലാം അങ്ങ് എളുപ്പമുള്ള വഴിയാണെങ്കിൽ നമുക്കതിനെ പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്നോ അല്ലെങ്കിൽ എന്തോ അങ്ങനെ ആ രീതിയിൽ നമുക്ക് കർത്താവെല്ലാം നമ്മളെ സഹായിക്കും, നമുക്ക് ഒരു കഷ്ടതയും വരത്തില്ല, അല്ലെങ്കിൽ എല്ലാം അങ്ങ് ഓക്കെയാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ ആണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ കർത്താവായ യേശു പറയുന്നത്, ആദ്യം പറയുന്നത്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇതിനു മുമ്പത്തെ കാര്യങ്ങൾ, യേശു ക്രിസ്തു ലോകത്തെ എങ്ങനെ ജയിച്ചു എന്നുള്ള കാര്യങ്ങൾ. അതിനുശേഷം ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. അപ്പൊ അത് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്. നമുക്ക് ഇപ്പം കൊച്ചുകുട്ടികളുടെ തൊട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, കൊച്ചുകുട്ടികൾക്ക് അവരുടേതായ ലെവലിലുള്ള കഷ്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സമാധാനം ചിലപ്പം നഷ്ടപ്പെടുന്നത് ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് നമുക്ക് ഓരോ ലെവലില്, ഇപ്പം കോളേജിൽ പോകുമ്പോൾ അതിൻ്റെതായ ലെവലില്, ഇപ്പം നമ്മള് ലോകത്തിലേക്ക് ഇപ്പം വളർന്നു വരുന്ന ജനറേഷൻ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അത് ലോകം വളരെ കോമ്പറ്റീറ്റീവായിട്ട് ഒരു മത്സര ബുദ്ധിയോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കത് കർത്താവിന്റെ സമയം തൊട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട്. അതിങ്ങനെ തുറന്നുള്ള ഫർദർ മുമ്പോട്ടും ദൈവം ഓർപ്പിക്കുന്ന കാര്യം, നമുക്ക് കഷ്ടതകളുണ്ട്. പക്ഷെ ആരാണ് നമുക്ക് സമാധാനം
ആ, പ- ആ, ഉ- ആ, സമാധാനം ഓഫർ ചെയ്തിരിക്കുന്നത്. അത് ക്രിസ്തുവിലൂടെയുള്ള സമാധാനം. അപ്പം അതാണ് ഞാൻ ആ, ആദ്യമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം. ആ സമാധാനം ലോകം നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ആ എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്പം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്ന് പറയുന്നത് അത് ലോകം തരുന്ന ഒരു സമാധാനമല്ല. നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ആ, എന്തുവാ കുറച്ച് പണം ഉണ്ടായത് കൊണ്ടോ, അല്ലെങ്കിൽ കുറച്ച് ആ, ആ, കുറച്ച് കുട്ടികളുടെ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ടോയ്സ് ഉണ്ടായതുകൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ബൈക്ക് ഉണ്ടായതുകൊണ്ടോ, ഒരു വാഹനം ഉണ്ടായതുകൊണ്ടോ, ആ രീതിയിലുള്ള സമാധാനം അല്ല ദൈവം പറയുന്നത്. നമുക്ക് മനസ്സിനകത്ത് നമ്മുടെ ഇന്നർ ദൈവം പറയുന്നു, നമ്മളെ ശരീരം ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മള് ഈ സമാധാനത്തെ കുറിച്ച് കർത്താവ് നമുക്ക് ദിനം ഓഫർ ചെയ്തേക്കുന്ന ആ സമാധാനം എന്ന് പറഞ്ഞാൽ അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇന്നർ ഒരു പീസാണ്. അകത്ത് നമ്മുടെ അകമയുള്ള സമാധാനം. ആ അകമയുള്ള സമാധാനം ഫസ്റ്റ് നമ്മൾ അതിനെപ്പറ്റി നമുക്ക് ചർച്ചിൽ വരെ നമുക്ക് ഇപ്പൊ ഈ നമ്മുടെ ചർച്ചുകളിൽ ഒക്കെയുള്ള യുവാക്കന്മാർക്കും ഒക്കെ കൊച്ചിലെ തൊട്ട് ചർച്ചിൽ വരുന്നവർക്ക് അറിയാം അവർക്ക് എങ്ങനെ ആൾക്കാരോട് പെരുമാറണം, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിന്റെ ഈ രീതികളും ഒക്കെ അറിയാം. അപ്പൊ നമ്മള് ഒരു പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമുക്ക് ഔട്ട്വേർഡ്ലി അല്ലെ പുറമേ നമുക്ക് വന്ന് വളരെ പോളിഷ്ഡ് ആയിട്ട് നമുക്ക് ഇടപെടാൻ പറ്റും. സമാധാനം ഒക്കെ പുറത്ത് കാണിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് വളരെ ജോയ്ഫുൾ ആയിട്ടും ചിയർഫുൾ ആയിട്ടും ഒക്കെ ഇടപെടാൻ പറ്റും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് ആ അകമയുള്ള സമാധാനം അല്ലെ അകമയുള്ള സന്തോഷം. ഗലേഷ്യൻസ് പറയുന്നു, ഗലേഷ്യൻസ് 5-ലാന്ന് തോന്നുന്നു, ഗലേഷ്യൻസ് 5 പറയുന്ന കാര്യമുണ്ട്. നമ്മുടെ ലവ്, ജോയ്, പീസ്, സ്നേഹം, സമാധാനം, സന്തോഷം, അതൊരു ഹോളി സ്പിരിറ്റിന്റെ ഫ്രൂട്ടാണ്. അപ്പൊ ആ ഇന്നർ ജോയ് അല്ലെ ഇന്നർ പീസ് അല്ലെ ഇന്നർ ലവ്, സ്നേഹം, അത് നമ്മുടെ അകമേ ആദ്യം ആകേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിലുള്ള കഷ്ടതകൾ ഇതെല്ലാം നമുക്ക് ആ ദൈവിക സമാധാനത്തിലൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ചിലപ്പം ആ ഒരു ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും. നമുക്ക് സമാധാനത്തിൽ ചിലപ്പം പരീക്ഷിക്കപ്പെടാം. കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടതകളുണ്ട്. അപ്പൊ കഷ്ടതകൾ വരുമ്പോൾ നമുക്ക് ആ പരീക്ഷകളും കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെങ്കിൽ കർത്താവ് ഓഫർ ചെയ്തിരിക്കുന്ന ആദ്യത്തെ കാര്യം ആ ഇന്നർ പീസാണ്. നമുക്ക് ആ ഇന്നർ പീസ് നമുക്ക് ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനു വേണ്ടി നമുക്കൊരു പ്രിപ്പയർഡ് ഹാർട്ടാണ് വേണ്ടി, ഒരു യോഗ്യമായ ഹൃദയമാണ് വേണ്ടിയത്. ആ യോഗ്യമായ ഹൃദയത്തിൽ നമുക്ക് പലപ്പോഴും നമ്മൾ ലോകത്തിലെ കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ സാക് ബ്രദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, റബ്ബർ ബാൻഡ്. നമ്മളെ റബ്ബർ ബാൻഡ് എപ്പോഴും മേളിൽ നിന്ന് താഴോട്ട് സ്ട്രെച്ച് ചെയ്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, ജോലി ചെയ്യേണ്ടതുണ്ട്, പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പൊ അത് നമ്മൾ പലപ്പോഴും നമ്മുടെ പീസ് നഷ്ടപ്പെടുന്ന എപ്പോഴാ? നമ്മൾ ലോകത്തിലുള്ള കാര്യങ്ങൾ പലതും നമ്മൾ അതിൽ ഊന്നി അല്ലെ അതിൽ സ്ട്രെസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ പോകുമ്പോൾ ആ സമയത്താണ് നമ്മുടെ പീസ് നഷ്ടപ്പെടുന്നത്. എന്നാൽ ദൈവം പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്നാൽ ദൈവം നമുക്ക് ആ സമാധാനത്തിലൂടെ നമുക്ക് ഈ പറയുന്ന എന്താ സാത്താന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ തളർത്തി കളയുക. ഇപ്പൊ യുവാക്കന്മാരാണെങ്കിലും ആദ്യം അവരെ കർത്താവായ നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഇങ്ങനെ വായിക്കുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പം അതാണ് കർത്താവിന്റെ ഉദ്ദേശം. അത് ആ ആത്മാവിനെ പകർന്നു കഴിയുമ്പോൾ സാത്താൻ അറിയാം നമുക്ക് ഈ ലവ്, ജോയ്, പീസ് ഇതിന്റെ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് കർത്താവ് തന്നുകൊണ്ടേയിരിക്കും.
ഡേ ടു ഡേ നമ്മുടെ ദിനമുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ പീസും ഈ റെസ്റ്റും ഈ ജോയും ഇത് ഹോളി സ്പിരിറ്റിന്റെ ഫ്രൂട്ട് ആയതുകൊണ്ട് കർത്താവ് നമ്മളെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ ഫില്ലിങ് കിട്ടും അകത്ത്. അപ്പൊ ഈ അകമയുള്ള ആ ഫ്രൂട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്ക് കിട്ടുമെന്നത് സാത്താന് കറക്റ്റായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവൻ നമ്മളെ പലപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്യും. നമുക്ക് ഈ സാത്താനും അറിയാം നമ്മൾ ഈ പുറമേയുള്ള മുമ്പേ പറഞ്ഞ പോലെ പുറമേയുള്ള കാര്യങ്ങളിൽ അങ്ങ് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അങ്ങനെ ഡെവിൾ നമ്മളെ സാത്താൻ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ചതിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെങ്കിൽ ആ ഇന്നർ ജോയ് ആണ് അല്ലെ ഇന്നർ പീസാണ് കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തില് ഒരു വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. കുരുടനായ പരീശനെ കിണ്ടി കണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. പിന്നെ അതിന് 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം, വെള്ള തേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു, അവ പുറമേ. അപ്പം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളുടെ അകമേ for you clean the outside of the cup and of the dish, but but inside they are full of robbery and self indulgence. അപ്പം നമ്മുടെ അകമയുള്ള ഒരു കഴുകൽ അല്ലെ അകമയുള്ള ഒരു സമാധാനം ആണ് കർത്താവ് ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമുക്കത് കർത്താവ് ഇപ്പം ഓരോ അധ്യായങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഇപ്പം ദൂതൻ മറിയെ കാണാൻ വന്നപ്പോൾ ആദ്യമേ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. ഓരോ ഇപ്പൊ യേശുക്രിസ്തു ശിഷ്യന്മാരെ കണ്ടപ്പോൾ പല പ്രാവശ്യമായിട്ട് നമുക്ക് കാണുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം. അപ്പൊ കർത്താവ് സ്ഥിരമായിട്ട് ഇത് ഇപ്പം ഞങ്ങള് അറബിക് കൺട്രീസിലൊക്കെ ആദ്യം അവര് ഗ്രീറ്റ് ചെയ്യുന്നത് തന്നെ അവരുടെ ഒരു പീസ് ബി വിത്ത് യു അല്ലെങ്കിൽ അങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം അവര് പലതിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യുന്ന കാര്യമാണ്. ഹീബ്രു അല്ലെങ്കിൽ ഈവൻ ജൂസ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം കർത്താവ് അതൊരു അവരുടെ ഇപ്പൊ കർത്താവിന്റെ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് എപ്പോഴും പീസ് ബി വിത്ത് യു. കർത്താവിന് അറിയാം സാത്താൻ നിരന്തരമായിട്ട് നമ്മുടെ സമാധാനം നശിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങള് ഡേ ടു ഡേ ലൈഫില് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ സമാധാനത്തിന് മുമ്പിൽ നമ്മളിങ്ങനെ ഒരു ഇൻസെൻസിറ്റീവായിട്ട് പിടിച്ചു നിൽക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ദൈവിക സമാധാനം ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കും. പക്ഷെങ്കിൽ അത് അന്നങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കർത്താവ് നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഉറപ്പ്, അല്ലെങ്കിൽ ദൈവം കൺട്രോളിലാണ്, ദൈവം ഫുള്ളി ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടേണ്ടതിന്റെ ആവശ്യം. ബിക്കോസ് നമ്മൾ ഇപ്പോഴത്തെ പുതിയ തലമുറകളെ നോക്കുമ്പോൾ ഒത്തിരി പേര് സ്ട്രെസ്സിന് അഡിക്റ്റഡ് ആകുന്നു. അല്ലെങ്കിൽ അഡിക്റ്റഡ് എന്നല്ല, വളരെ സ്ട്രെസ്സിലേക്ക് മുമ്പോട്ട് പോകുന്നു. അവർക്ക് പല കാര്യങ്ങളും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഒരു ലോകത്തിൽ പലയിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിൽ കർത്താവ് നമ്മൾ ഒരു ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ആ ലോകത്തിന്റെ ആ ഒഴുക്കിൽ നമ്മൾ പെട്ടുപോകാതെ നമ്മൾ ഇത്രയും വചനം കേൾക്കുന്നതും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യാനും ആ ഇന്നർ ആയിട്ടുള്ള നമ്മളൊരു പരീക്ഷന്റെ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കും ആ ഒരു അപകടം വരാം. പക്ഷെ നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ആദ്യമായിട്ട് ഇന്നർ പീസ് മാത്രമല്ല, നമുക്ക് ഇന്നർ പീസ് കിട്ടിയതിന് ശേഷം അതിന്റെ ഫ്രൂട്ടായിട്ട് ഒരു പുറമേയുള്ള അകമേയുള്ള ഒരു സമാധാനത്തിലൂടെ ദൈവം നമ്മുടെ പുറമെ ആ കപ്പ് ഓവർഫ്ലോ ചെയ്ത്
പല പല ഡയറക്ഷനിൽ അത് ദൈവം നമ്മളെ എക്സ്റ്റേണലി, നമ്മളെ പുറമേ ഒരു ടെസ്റ്റിമണി ആയിട്ട് ദൈവം നമ്മളെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് മുമ്പോട്ട് വരും വർഷങ്ങളിൽ അങ്ങനെയുള്ള കർത്താവിന്റെ വരവ് താമസിച്ചാൽ അങ്ങനെയുള്ള ഒരു ഇതാണ്, ഒരു വർക്കാണ് ദൈവം നമ്മളിലൂടെ എല്ലാം ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു എക്സ്റ്റേണൽ ടെസ്റ്റിമണി ആയിട്ട് ഇന്റേണലി ദൈവം വർക്ക് ചെയ്ത് എക്സ്റ്റേണലി ദൈവം നമ്മളെ എല്ലാവരെയും ഒരുക്കട്ടെ. അതേപോലെ തന്നെ ഈ ഞാനിപ്പോ നമുക്കെല്ലാം വിശ്വാസത്തെ പറ്റി അറിയാം. പക്ഷെ ഈ വിശ്വാസത്തിന്റെ ടെസ്റ്റിംഗ് അല്ലെ പരിശോധന വരുമ്പോൾ ഈ നമ്മളെപ്പോഴാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്? ഇപ്പൊ വിശ്വാസം ഇതാണെങ്കിൽ നമ്മുടെ ആ പരിശോധനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തെക്കാട്ടിലും മേളിൽ ഉള്ള ആ ലെവലിലേക്ക് പരിശോധനകൾ നമ്മൾ തന്നെയാണ് വരുത്തി വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കും ആ സമയങ്ങളിൽ. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ പരിശോധനയും വിശ്വാസവും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം എപ്പോഴും ഒരടി മുമ്പിൽ നിൽക്കണം. അല്ലെങ്കിൽ അതിൽ പരിശോധനകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും വിശ്വാസം താഴ്ന്നു പോകാതെ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഒരു ശിഷ്യത്വത്തിന്റെ അനുഭവം. നമ്മൾ പരദേശി മോശയാത്രയിലും കാണുന്നത് അത് തന്നെയാണ്. ഒത്തിരി കഷ്ടങ്ങൾ ഉണ്ടാകുന്നു, പക്ഷെ ദൈവം എല്ലാത്തിനും ആ ശിഷ്യനെ സഹായിക്കുന്നു. കുഴി വീഴുന്നു, അങ്ങനത്തെ പല അനുഭവങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ മുമ്പോട്ട് ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ചു. നമ്മൾ വീഴുമ്പോൾ നമുക്ക് വീഴ്ച ഉണ്ടാകാം, നമുക്ക് ആ സമാധാനം ഇല്ലായ്മ ഉണ്ടാകാം. പക്ഷെങ്കിൽ കർത്താവ് നമ്മളെ അവിടെ ഞങ്ങൾക്ക് കിടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടംനേഷനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ സാത്താൻ കുറവുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ഊതും. പക്ഷേ കർത്താവിന്റെ ഉദ്ദേശം നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ വീണുപോയെങ്കിൽ അവിടെ കിടക്കാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മളെ അത് എഴുന്നേറ്റ്, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ എഴുന്നേറ്റ് ഈ അവിടെ നമ്മൾ ഈവൻ അതിനെ മറന്ന് ആ കണ്ടംനേഷനിൽ കിടക്കാതെ ഇതിനെ മറന്ന് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം ഒരു വാക്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നമ്മൾ ആ ഇന്നർ അല്ലെങ്കിൽ നമ്മുടെ അകമയുള്ള കാര്യങ്ങൾ വെടിപ്പാക്കുക എന്നതിനെ കുറിച്ച് നമ്മൾ ഓർത്തല്ലോ. ഇതിനകത്ത് പറയുന്നത് അത്യുന്നതകൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഞാൻ അതിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം കെയർഫുൾ ആയിട്ട് വായിച്ചാൽ, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കർത്താവ് സ്നാനം കഴിഞ്ഞ്, യേശുക്രിസ്തു സ്നാനം കഴിഞ്ഞ് കയറി വരുമ്പോൾ നമുക്കറിയാം, മേളിൽ നിന്നൊരു ഒരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ഒരു ശബ്ദം നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഉണ്ടായല്ലോ. അപ്പം നമ്മൾ ഇത് വായിക്കുമ്പോൾ കർത്താവ് പ്രസാദമുള്ള ഒരവസ്ഥ അത് വരണം എന്നുണ്ടെങ്കിൽ, പ്രസാദമുള്ള ഒരവസ്ഥ വന്നാൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് നമുക്ക് സമാധാനം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനായിട്ട് നമുക്ക് യേശുക്രിസ്തുവിൽ അത് പിതാവായ ദൈവം ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവ് ഓരോ കാര്യങ്ങളും ഒബേ ചെയ്തപ്പോൾ, പിതാവായ ദൈവം ആഗ്രഹിച്ച ഓരോ കാര്യങ്ങൾ ഒബേ ചെയ്തു. അകമേ പുറമേ, നമ്മൾ മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ അകമയുള്ള കാര്യങ്ങളിൽ ദൈവം ആ ഒരു വർക്ക് ചെയ്യുന്നതിനോടനുബന്ധിച്ച് ഒരു കോണ്ടെക്സ്റ്റോടെ ഞാൻ ഓർക്കുമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം ഒരാളെ പറ്റി നമുക്ക് കേൾക്കാം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 47 നഥാനിയേലിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നഥനിയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ,
ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് കർത്താവിനെ പ്ലീസ് ചെയ്യുകയാണ്. അതിലൂടെ നമുക്ക് കർത്താവ് ഓഫർ ചെയ്തിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അതിന്റെ ഫ്രൂട്ട്സും ആയ ഒരു ഫ്രൂട്ടായ സമാധാനവും ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് ചിന്തിക്കുമ്പോൾ നമ്മൾ നഥാനിയേൽ കർത്താവിനെ യേശുവിനെ കാണുന്നു. കണ്ടു കഴിയുമ്പോൾ നഥാനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ കർത്താവ് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മുടെ അകമേ ഒരു ജെനുവിൻനെസ്, അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും നമ്മളൊരു മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന അല്ല രീതിയിലോ ആ ഒരു രീതി അല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ സമാധാനം അനുഭവിക്കുവാൻ നമുക്ക് ജസ്റ്റ് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ദൈവത്തോട് നമ്മൾ ഇന്നർ ലൈഫിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക, അതിനായിട്ട് സമർപ്പിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കും. ആൻഡ് ഹീബ്രൂസിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹീബ്രൂസ് ഇബ്രായർ 4 ഒരു റെസ്റ്റിനെ പറ്റി ദൈവം പറയുന്നു. ഇബ്രായർ 4:9 ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പം ശബത്ത് എന്ന് പറയുന്നത് ഒരു റെസ്റ്റാണ്. ഇതൊരു ചിലരൊക്കെ ശബത്ത് അല്ലെങ്കിൽ ജ്യൂസ് ഒക്കെ ശബത്ത് ഒരു ദിവസം ആചരിക്കുമ്പോൾ നമുക്ക് പുതിയ ഉടമ്പടിയിൽ ദൈവം ഓഫർ ചെയ്തിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റെസ്റ്റാണ്. ആ ഒരു പീസ് നമുക്ക് ആ അനുഭവം നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ അതിനായിട്ട് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അസമാധാനം ഉണ്ടാകുന്നതിന്റെ പ്രൈമറി കാര്യം നമുക്ക് നമ്മുടെ മനസ്സിലെ ആ കപടതകളും നമ്മൾ ലോകത്തിൽ വേരൂന്നി ഉള്ള ജീവിതത്തിന്റെ ഒരു അനുഭവം ഒക്കെ കാരണമാണ് നമുക്ക് ഈ അസമാധാനങ്ങൾ. നമുക്ക് അതില് ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ സമാധാനവും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് നമ്മുടെ തന്നെ മനസ്സിൽ അതിന് നീഡ് വേണം. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ലോകം ഒഴുകുന്ന ആ ഒരു അസമാധാനത്തിലേക്കാണ്. കർത്താവ് പറഞ്ഞത് തന്നെയാണ്, ഇൻ ദ വേൾഡ് യു വിൽ ഹാവ് ട്രിബുലേഷൻ. ആ ലോകത്തിൽ കഷ്ടതകൾ ഉണ്ടാവും, എന്നാൽ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ഒരു വാക്യം ഉണ്ടല്ലോ, കം ടു മീ ഓൾ ദോസ് ഹു ആർ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണ്. നമുക്ക് പല ബേർഡൻസും ഒക്കെ ഉണ്ടാവുന്നെങ്കിലും കർത്താവാണ് നമുക്കുള്ളത്. പിതാവ് യേശുവിലൂടെ ചെയ്ത ആ പ്രവൃത്തി നമ്മുടെ ഒരിടത്ത് വായിക്കുന്ന ഇങ്ങനെയാണ്, ഐസയാലാന്ന് തോന്നുന്നു, എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ വഹിച്ചു. അപ്പൊ നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളിലുള്ള സമാധാനം അല്ലത്, ഒരു ഇന്നർ പീസ്, നമ്മള് ആ ഇന്നർ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വർക്ക്, ഒരു പീസ് നമുക്ക് ട്രിബുലേഷൻസ് ലോകത്തിൽ ഉണ്ടാകുമ്പോഴും അതിൽ ഉറച്ചു നിൽക്കാനും പിടിച്ചു നിൽക്കാനും അതിനെ ബെയർ ചെയ്യാനും ഉള്ള ഒരു റെസ്റ്റാണ് കർത്താവ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ സീക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധത്തിലാണെങ്കിലും ഒക്കെ ഉള്ള ഒരു സമാധാനം ദൈവം ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ അകമേ നമ്മൾ കർത്താവിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൽ ഈ ക്രോസിന്റെ കാര്യം പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ക്രോസ് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഉണ്ട്. നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തോട് സമാധാനം, കർത്താവ് ഹോളി സ്പിരിറ്റ് നമ്മളെ കൺവിക്ട് ചെയ്യുന്ന ഓരോ പാപങ്ങളിലും നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും കോളേജിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോഴാണെങ്കിലും നമുക്ക് പല കാര്യങ്ങളിൽ നമുക്ക് തെറ്റുപറ്റാം. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം കൺവിക്ട് ചെയ്യുന്ന ആ ഹോളി സ്പിരിറ്റ് നമുക്ക് എല്ലാവരും ഉണ്ട്. ഒരു അളവ് വരെ ദൈവം തന്നിട്ടുണ്ട്. അത് ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ കൺവിക്ഷൻ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ദൈവം കുറ്റബോധം വരുത്തുമ്പോൾ അന്നേരം തന്നെ നമുക്ക് നിരപ്പ് പ്രാപിപ്പാനും അതിൽ നിന്ന് മോചനം നേടാനും, അങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമുക്കൊരു പീസ്, വെർട്ടിക്കൽ അല്ലെ ക്രോസിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ മേലോട്ടോ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കൊരു പീസും, പിന്നെ നമുക്ക് അത്
കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ, അല്ലെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ദൈവമായിട്ടുള്ള പീസ് നടക്കുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ മറ്റുള്ളവരായിട്ട്, ലോകത്തിലുള്ളവരുമായിട്ട് നമുക്ക് ആ പീസിലും സമാധാനത്തിലും ഇടപെടുവാനും അതൊരു എക്സ്റ്റേണൽ ടെസ്റ്റിമണി ആയിട്ട്, അല്ലെ ഒരു സാക്ഷ്യമായിട്ട് ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നു. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം ദൈവം ആ രീതിയിൽ മാറ്റും. നമുക്ക് അതിനായിട്ടുള്ള ഫെയ്ത്ത് തരട്ടെ. അപ്പം കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരോടും സമാധാനം ആചരിപ്പീൻ. സമാധാനം ആചരിച്ച് ഹീബ്രൂസിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, 3 ചരടുകളുടെ കാര്യം. അതിനകത്ത് യേശുക്രിസ്തു 3 പേരുള്ള, നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിൽ അത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല, നമ്മൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഓരോ ഡീലിങ്സിലും നമ്മളിപ്പോ ഒരാളോട് ഇടപെടുമ്പോൾ എപ്പോഴും യേശുക്രിസ്തു നമ്മൾ ഇടയിലുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം സമാധാനത്തിൽ തീരാൻ പറ്റും. 2-3 എക്സാമ്പിളൂടെ പറഞ്ഞ് ഞാൻ ഇരുന്നോളാം. ഞാനത് കോണ്ടെക്സ്റ്റിലേക്ക് പോകുന്നില്ല. ഒന്ന്, അപ്പനും മോനുമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഇതിലുണ്ട്, ജനസിസിലുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. നമുക്കറിയാം, അബ്രഹാം മോറിയ മലയിലേക്ക് 2 സെർവൻസിനെയും ഐസക്കിനെയും കൊണ്ട് പോകുന്ന ഒരു കോണ്ടെക്സ്റ്റ്. അതിൽ അവര് മോറിയ മലയിൽ ചെന്നു. ഒരു ലെവലിൽ ചെന്നപ്പം 2 സെർവൻസിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. അവരോട് ആ യാത്ര കണ്ടിന്യൂ ചെയ്യേണ്ട, അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അബ്രഹാം പറയുന്നു. അപ്പൊ അബ്രഹാം സെർവൻസിന്റെ കയ്യിലുണ്ടായിരുന്ന വിറകുകളും എല്ലാം എടുത്ത് ഐസക്കിന്റെ മേളിലോട്ട് വെച്ചിട്ട് അവരാ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു അവരുടെ കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പം കാണാവുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ പോകുന്ന വഴിക്ക് ഈ അവരൊറ്റയ്ക്കായി കഴിയുമ്പോൾ, ഇവർ 2 പേരും ആയി കഴിയുന്ന സമയത്ത് ഐസക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ശരിയാ, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക, ആ യാഗവസ്തു എവിടാണ്? അപ്പം അബ്രഹാം പറയുന്നു, അത് തിരിച്ചൊരു ചോദ്യം ഇല്ല. അപ്പൊ ഞാനത് ഈ ഒരു കോണ്ടെക്സ്റ്റ് ചിന്തിക്കുകയായിരുന്നു. അതില് ഐസക്കിന് അവിടെ എന്തോ ഒരു പീസ് അവിടെ ഉണ്ട്. എൻ്റെ അല്ലെങ്കിൽ ആ ഒരു പീസിലാണ് ഐസക്ക് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു മകൻ എന്നുള്ള നിലയിൽ അവന് പൂർണ്ണമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അപ്പനിലുണ്ട്. അപ്പൊ അതേപോലുള്ള കോൺഫിഡൻസ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് അപ്പനമ്മമാരെ അനുസരിക്കുന്ന കാര്യത്തിലും, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും അനുസരണത്തിന്റെ കാര്യത്തിലും നമുക്ക് ഈ പീസ് നഷ്ടപ്പെടാം. പക്ഷെ കർത്താവിന്റെ കമാൻഡ്മെന്റ് അനുസരിക്കുമ്പോൾ നമുക്ക് ഒബേ യുവർ ഫാദർ ആൻഡ് മദർ, അല്ലെങ്കിൽ അപ്പനെ അമ്മയെ അനുസരിക്കുക എന്ന് പറയുന്ന ഒരു കമാൻഡ്മെന്റ് ആണ്. അപ്പം അത് അനുസരിക്കുമ്പോൾ കർത്താവ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോളും. നമുക്ക് ചിലപ്പം അതിനോട് ചില കാര്യങ്ങൾ നമുക്ക് എല്ലാം മനസ്സിലാകുന്നില്ലായിരിക്കും അന്നേരം. പക്ഷെ പിന്നീട് ദൈവം ഈവൻ അവർക്ക് ഒരു കുറവുണ്ടെങ്കിൽ പോലും നമ്മൾ ദൈവത്തിന്റെ ഒരു കമാൻഡ്മെന്റ് അല്ലെങ്കിൽ കൽപ്പന അനുസരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിനോട് ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അപ്പം ഐസക്കിന്റെ കാര്യത്തിൽ ആ പീസ് ഐസക് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നു. അതേപോലെ തന്നെ അബ്രഹാമിന്റെ കാര്യത്തിലും അബ്രഹാം ഇതൊക്കെ പറയുന്നെങ്കിലും അബ്രഹാമിന്റെ മനസ്സിലെല്ലാം അറിയാം, കർത്താവ് പറഞ്ഞ കാര്യമെല്ലാം അറിയാം, നിന്റെ മകനെയാണ് യാഗം കഴിക്കേണ്ടത്. അപ്പൊ അബ്രഹാമിന്റെ കാര്യത്തിലും ആസ് എ ഫാദർ അല്ലെങ്കിൽ അപ്പൻ എന്നുള്ള നിലയിൽ കർത്താവ് ആ കാര്യത്തിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പീസ് കൊടുത്തു. എൻ്റെ മകനെ, ഈ പറഞ്ഞ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ മകനെ കർത്താവാണ് തന്നിരിക്കുന്നത്. അപ്പം ആ മകന്റെ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞപ്പോ അവനെ യാഗം കഴിക്കുക, ഓൾട്ടറി വെച്ച് യാഗം കഴിക്കുക. അപ്പൊ ഈവൻ യാഗം കഴിക്കാൻ തന്നെയാണ് എബ്രഹാം പോയത്. ആ ഒരു അവസ്ഥയിലും അബ്രഹാമിനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പീസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു പല എക്സാമ്പിൾ ഉണ്ട്. ജോസഫിന്റെ കാര്യത്തില്, ഡാനിയലിന്റെ കാര്യത്തില്, ജോസഫിന്റെ കാര്യത്തിലാണെങ്കിൽ ഒത്തിരി വർഷങ്ങൾ അവൻ ഈ നമ്മൾ പറഞ്ഞ പോലെ പിൽഗ്രിം പ്രോഗ്രസ്സിൽ കാണുന്ന പോലെ തന്നെയുള്ള പല കഷ്ടങ്ങൾ ജോസഫിന് വന്നു. പൊട്ടക്കിണറിലിട്ടു, സ്വന്തം ഓൺ ബ്രദേഴ്സ് ഇട്ടു. എന്നിട്ടും കർത്താവ് അതിൽ നല്ല ആക്കി ഫൈനലി ഒരു ഈജിപ്തിന്റെ ഒരു മെയിൻ ഒരു പ്രൈം മിനിസ്റ്റർ പൊസിഷനിലേക്ക് വന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഒരു ലോക്കലി എർത്ത് ബ്ലെസ്സിങ്ങിനെ പറ്റി അല്ല പറയുന്നത്. നമുക്ക് ദിനം ട്രിബുലേഷൻസ് ഉണ്ടാകുമെങ്കിലും നമ്മൾക്ക് ആ ജോസഫിനുണ്ടായിരുന്ന അല്ലെങ്കിൽ എബ്രഹാമിനുണ്ടായിരുന്നത് ആ ഐസക്ക് ചെറിയ കുട്ടിയാണ് ആ സമയങ്ങൾ. അന്നേരം അവൻ ആ പീസ് ഉണ്ടായിരുന്നു.
അപ്പൊ നമുക്ക് ഇത് വലിയവർക്ക് മാത്രമുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. കർത്താവ് ഈ പീസ് ഐസക്കിന് കൊടുത്ത ആ പീസ് നമുക്കും ദൈവം തരാൻ ദൈവം തരും. അതാണ് നമ്മൾ ഓഫർ ചെയ്തത്. കർത്താവ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഇതൊക്കെ ഒരു ഗുഡ് എക്സാമ്പിൾസ് ആണ്. അതേപോലെ തന്നെ സമാധാനം നഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ കോണ്ടെക്സ്റ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഒരാളുണ്ടായിരുന്നു, യൂദ. ഈ അവസാനം അപ്പം നുറുക്കാൻ കൂടി വന്നപ്പോൾ വരെ അവന്റെ മനസ്സിൽ വേറെ പല കാര്യങ്ങളിൽ, ഈ പണത്തെ പറ്റിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ അവൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം നമുക്ക്, അതേപോലെ തന്നെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, മുടിയനായ പുത്രന്റെ ചേട്ടൻ അല്ലെങ്കിൽ അവന്റെ ബ്രദർ, അവൻ മടങ്ങി വരുമ്പോൾ, പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ചേട്ടൻ അവന് സന്തോഷിക്കേണ്ട സമയം, അല്ലെങ്കിൽ എൻ്റെ അനിയൻ തിരിച്ചു വരുന്ന സമയത്ത് സന്തോഷിക്കേണ്ട സമയത്തിൽ അവന്റെ പീസ് നഷ്ടപ്പെടുന്നതായിട്ടാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ്? അവന് മനസ്സിലുള്ള നിഗളം, അവന്റെ സെൽഫ്, അവന്റെ പല കാര്യങ്ങളും നഷ്ടപ്പെടുന്ന അല്ലെ അവന് ഉള്ള പ്രിവിലേജസ് നഷ്ടപ്പെടുന്നതിനെ പറ്റിയാണ് അവൻ ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഗുഡ് ആൻഡ് ബാഡ് എക്സാമ്പിൾസ് നമുക്കൊരു ഇതായിക്കോട്ടെ, നമ്മുടെ ലൈഫിലും അത് ഇൻഫ്ലുവൻസ് ചെയ്യട്ടെ. ചില കാര്യങ്ങൾ നമുക്ക് നമുക്ക് ചില കാര്യത്തിൽ നമുക്ക് അത് സൂക്ഷിക്കാനും നമ്മളെ തന്നെ സൂക്ഷിക്കാനും ഒക്കെ ദൈവം സഹായിക്കട്ടെ. ദൈവം ഓഫർ ചെയ്തിരിക്കുന്നത്, ഈവൻ ഇയ്യോബിന്റെ കാര്യത്തിലാണെങ്കിലും കർത്താവ് അത്രയും ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ അവന് ഭാര്യ പറഞ്ഞു, നീ എങ്ങനെയും പോയി ചത്തുകൂടെ, അല്ലെങ്കിൽ അങ്ങ് മരിച്ചുകൂടെ എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയെങ്കിലും അവന്റെ സമാധാനത്തിന് പല ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കർത്താവ് ഇയ്യോബ് ഫൈനലി പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. നമുക്ക് ആ വാക്യം കൊണ്ടൊന്ന് വായിക്കാം. ജോബിന്റെ പുസ്തകം അതിന്റെ ലാസ്റ്റ് അധ്യായം, ഇതിന്റെ 5-ാം വാക്യം. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഇതെല്ലാം, ഈ സമാധാനം എല്ലാം യോബ് അനുഭവിച്ചിട്ടും യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ തന്നെ തന്നെ താഴ്ത്തുന്ന ഒരു അനുഭവം. ആ അനുഭവമാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ പീസ് നമുക്ക് ആ വാക്യം ഫൈനലായിട്ട് നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായവും ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലും വായിക്കുന്നത്, ഇൻ ദ വേൾഡ്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ട്, കർത്താവ് നിരന്തരമായിട്ടുള്ള സമാധാനം. ഞാനിങ്ങനെയാണ് അതിനെ പേഴ്സണലി എടുക്കുന്നത്, ഒരു പ്രോമിസ് ആയിട്ട് എടുക്കുന്നത്. നിരന്തരമായിട്ടുള്ള സമാധാനം നമ്മൾ വാഴാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ആ സമാധാനം എന്ന് പറയുന്നത് പല ലോകമക്കൾക്ക് മനസ്സിലാകുന്ന സമാധാനമല്ല. ലോകമക്കളൊക്കെ വന്ന് യോബിന്റെ ഭാര്യ പറഞ്ഞ പോലെ പറയും, നിങ്ങൾക്ക് എന്താ ഈ കഷ്ടതകളൊക്കെ വരുമ്പോ പറയാം, നിങ്ങൾക്ക് എന്തോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, നിങ്ങൾ കർത്താവിനെ വിളിക്കുന്നവരല്ലേ. പക്ഷെ അതിന്റെ എൻഡ് റിസൾട്ട് കർത്താവ് എല്ലാം ഹി മേക്സ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ എന്നാ പറയുന്നത്. അപ്പൊ അത് ലോകത്തിലും കർത്താവ് എറ്റേണലി നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ മനസ്സിലാകത്തില്ല, എന്നാൽ നമുക്ക് നിത്യതയിൽ കർത്താവ് അത് മനസ്സിലാക്കി തരും. അതാണ് നമുക്കറിയാവുന്നതിന്റെ ബ്യൂട്ടി. അപ്പൊ അതിനായിട്ട് ദൈവം നമ്മളെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിലും പലപ്പോഴും ആ സമാധാനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം എന്നോട് ഈ കാര്യം ഓർപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എല്ലാവരെയും അതിനായിട്ട് എൻകറേജ് ചെയ്യുന്നു. നമ്മൾ നല്ല എക്സാമ്പിൾസ് ഒക്കെ കേട്ടല്ലോ, അതേപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാം, ഈ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം വെച്ച്. അപ്പം അതിനായിട്ട് ഞാനും എന്നെ തന്നെ താഴ്ത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.